ഹായ് ഓൾ, എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. ലാസ്റ്റ് ടൈം ഞാൻ യൂട്യൂബിലൊരു വീഡിയോ പോസ്റ്റ് ചെയ്ത സമയത്ത് എനിക്ക് ഒരുപാട് കമൻസും അതുപോലെ ഒരുപാട് DMs ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് മെയിൻലി ഈ DMs എല്ലാം അയച്ചിട്ടുള്ള കക്ഷികളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം 12th കഴിഞ്ഞ് ഡയറക്റ്റ് കോളേജിലോട്ട് എൻ്റർ ചെയ്യുന്ന സ്റ്റുഡൻസും അതുപോലെ തന്നെ റിപ്പീറ്റ് ലൈഫൊക്കെ കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് കോളേജസിൽ ജോയിൻ ചെയ്യാൻ പോകുന്ന സ്റ്റുഡൻസ് ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ മെയിൻലി അവർക്ക് വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. കാരണം സ്വാഭാവികമായിട്ടും ഫസ്റ്റ് ഇയറിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ആരാണെങ്കിലും ഒരുപാട് കൺഫ്യൂഷൻസും ഡൗട്ട്സും ഒക്കെ നമുക്കുണ്ടാകും അല്ലേ. മാത്രമല്ല ഇപ്പോൾ ചില വീടുകളിലൊക്കെ ഇവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ പാരൻസ് ഉണ്ടാവും, ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പാരൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ കസിൻസ് ഉണ്ടാവും, സിസ്റ്റേഴ്സ് ഉണ്ടാവും, ബ്രദേഴ്സ് ഉണ്ടാവും, അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. പക്ഷേ ഇതില്ലാത്ത കുട്ടികളും ഉണ്ട്. എനിക്ക് മെജോറിറ്റി വന്നിട്ടുള്ള കമൻസും അതുപോലെ തന്നെ DMs ഒക്കെ ഈ ഒരു പ്രശ്നമാണ് ആദ്യം പറയുന്നത്, ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ ആരും ഇല്ല എന്നുള്ളത്. അതുകൊണ്ട് ഈ വീഡിയോ മെയിൻലി അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. എനിക്ക് നിങ്ങളോട് ആദ്യമായിട്ടൊരു കാര്യം പറയാനുള്ളത്, നിങ്ങളിങ്ങനെ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് കാണും, അതായത് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത്. ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ഈ വീഡിയോസൊക്കെ കണ്ടോളൂ, അല്ലെങ്കിൽ എല്ലാ വീഡിയോസും കണ്ടിട്ട് നിങ്ങൾ അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചോളൂ. പക്ഷേ എല്ലാം നമുക്ക് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലോട്ട് അതേ രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. കാരണം ഓരോരുത്തരുടെയും പേസ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കാം, ഓരോ യൂട്യൂബ് വീഡിയോ കാണുക, അതിൽ നിന്ന് ഓരോന്നും നമുക്ക് ഏറ്റവും സ്യൂട്ടാവുന്ന ഓരോ മെത്തേഡുകൾ നമ്മളായിട്ട് ചൂസ് ചെയ്തിട്ട് നമുക്ക് വേണ്ടി നമ്മൾ തന്നെ ഒരു റോഡ് മാപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഈ വീഡിയോ മെയിൻലി ആ ഒരു പേഴ്സ്പെക്റ്റീവിലായിരിക്കും ഞാൻ ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് ഫസ്റ്റ് ഇയറിൽ ജോയിൻ ചെയ്യാൻ പോകുന്ന പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് കോളേജസിൽ അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടർ സയൻസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു ഫീൽഡിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്ത് പോകാൻ പോകുന്ന കുട്ടികളോട് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ തുടക്കത്തിൽ തന്നെ ഫസ്റ്റ് ഇയറിൻ്റെ ജോയിനിങ് തന്നെ നിങ്ങളൊരു ലിങ്ക്ഡിൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് പറയാൻ പറ്റും, അതായത് നമ്മളുടെ ഈ ഒരു പ്രൊഫഷണൽ ലൈഫിലേക്കുള്ള ഒരു ഡോറാണ് ആക്ച്വലി നമ്മളുടെ ലിങ്ക്ഡിൻ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് നമ്മളെപ്പോലെയുള്ള സ്റ്റുഡൻസിൻ്റെയും അല്ലെങ്കിൽ ഒരുപാട് പ്രൊഫഷണൽസിൻ്റെയും അക്കൗണ്ടുകൾ കാണാൻ സാധിക്കും. അവരുടെ പ്രൊഫഷണൽ ലൈഫ് എങ്ങനെ പോകുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഓരോരുത്തരും അച്ചീവ് ചെയ്യുന്ന കാര്യങ്ങൾ, ഓരോരുത്തരുടെയും സ്കില്ലുകൾ, അല്ലെങ്കിൽ ഓരോരുത്തരുടെയും ഓരോ ടോപ്പിക്കിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, അല്ലെങ്കിൽ ലോകത്ത് എവിടെയെങ്കിലുമൊക്കെ വെച്ച് നടക്കുന്ന പ്രോഗ്രാംസ്, ഇതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ലിങ്ക്ഡിനിൽ വെച്ച് കിട്ടും. അപ്പോൾ നിങ്ങളും ഒരു ലിങ്ക്ഡിൻ അക്കൗണ്ട് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ അച്ചീവ്മെൻറ്റ്സ്, നിങ്ങളുടെ പ്രോജക്ട്സ്, നിങ്ങളുടെ സ്കിൽസ്, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ കരിയറുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കും ഇതുപോലെ പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഇത് മാത്രമല്ല, നമുക്ക് നമ്മുടെ കോളേജിൽ ഫൈനൽ ഇയർ അല്ലെങ്കിൽ തേർഡ് ഇയർ ഒക്കെ ആകുമ്പോൾ പ്ലേസ്മെൻറ്റ്സ് വരുമ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു ആപ്ലിക്കേഷൻ ഫോം തരും. അതായത് ഓരോ പ്ലേസ്മെൻറ്റ്സും സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആ കമ്പനികൾ ഒരു ആപ്ലിക്കേഷൻ ഫോം തരും. അതിൽ നമ്മുടെ ലിങ്ക്ഡിൻ പ്രൊഫൈലിൻ്റെ ലിങ്ക് അവർ അറ്റാച്ച് ചെയ്യാൻ പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇവരെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു 4 വർഷം അല്ലെങ്കിൽ ഈ കുട്ടിയുടെ ലിങ്ക്ഡിൻ അക്കൗണ്ടിൻ്റെ ആ ഒരു ജേണി ഫ്രം സ്റ്റാർട്ട് ടു ദി എൻഡ് എങ്ങനെയാണെന്നുള്ളതൊക്കെ അവർ അനലൈസ് ചെയ്യും. അല്ലെങ്കിൽ അവർക്ക് നിങ്ങൾ ടോട്ടൽ ഈ ഒരു 4 വർഷം എന്താണ് ചെയ്തത് എന്നുള്ളതിൻ്റെ ആൻസർ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് അവർക്ക് കിട്ടണം. അപ്പോൾ അത്തരത്തിൽ വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ട് ഫ്രം ദ ഫസ്റ്റ് ഇയർ ഇറ്റ്സെൽഫ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ലിങ്ക്ഡിൻ അക്കൗണ്ട് നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. ഓക്കെ, പിന്നെ ഈ ലിങ്ക്ഡിൻ അക്കൗണ്ട് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ പ്രൊഫഷണൽ വേൾഡിലോട്ട് ഷോക്കേസ് ചെയ്യുക എന്നത് മാത്രമല്ല. അതായത് ഇപ്പം ഒരു എക്സാമ്പിൾ പറയാം, അതായത് ഞാൻ ഫസ്റ്റ് ഇയറിൽ ജോയിൻ ചെയ്യാണ്, പക്ഷേ എൻ്റെ ആഗ്രഹം എന്താണ്, ഗൂഗിളിൽ പ്ലേസ്ഡ് ആണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഗൂഗിളിൽ പരിചയമുള്ള ആരും എൻ്റെ പരിചയത്തിലില്ല, ലൈക്ക് എനിക്ക് എൻ്റെ റിലേറ്റീവ്സ് ഇല്ല, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് ഇല്ല, ആരുമില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, അപ്പോഴാണ് നമുക്ക് ലിങ്ക്ഡിൻ്റെ ഒരു യൂസ് വരാം. അതായത് നമ്മൾ ലിങ്ക്ഡിൻ എടുക്കുക, സെർച്ച് ബാറിൽ ഗൂഗിൾ എന്ന് സെർച്ച് ചെയ്യുക, അപ്പോൾ ഗൂഗിളുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ പേജസ് ഒക്കെ വരും. ഓക്കെ, മാത്രമല്ല ഗൂഗിളിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന കുറേ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് മാനേജേഴ്സ്, അങ്ങനെ ഡിഫറെൻറ്റ് റോളിലുള്ള കുറേ ആൾക്കാരുടെ അക്കൗണ്ട്സും വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അവരെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഓരോരുത്തരുടെയും ആ ഒരു ജേണി, അതായത് എങ്ങനെയൊക്കെയാണ് അവർ പ്രിപ്പയർ ചെയ്തത്, അല്ലെങ്കിൽ ഏതൊക്കെയാണ് അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള മൈൽ സ്റ്റോൺസ്, എന്തൊക്കെയാണ് അവർ പ്രിപ്പറേഷൻസിന് സഹായിച്ചിട്ടുള്ളത്, അതിനെക്കുറിച്ചൊക്കെ അവരുടെ അക്കൗണ്ടുകളിൽ ഉണ്ടാവും. അപ്പോൾ നമുക്കതൊക്കെ നോക്കിയെടുക്കുകയും ചെയ്യാം. മാത്രമല്ല
ഇവരുമായിട്ട് നമുക്ക് ഡയറക്റ്റ്ലി കണക്ഷൻ സ്ഥാപിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് എപ്പോഴെങ്കിലും, അതായത് നമുക്ക് തോന്നുകയാണ് നമ്മൾ ഒരു ഗൂഗിളിലെ ഒരു പെർട്ടിക്കുലർ റോളിന് അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ആണ് എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരോടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, റെഫറൽസ് ചോദിക്കാം. ഓക്കെ, അപ്പോൾ റെഫറൽസും റെക്കമെൻഡേഷൻസ് ഒക്കെ വഴി നമ്മൾ ഒരു കമ്പനീനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നോർമലി നമ്മൾ അപ്രോച്ച് ചെയ്യുന്നതിനേക്കാളും വാല്യൂ ഉണ്ടാവും. ഓക്കെ, അതായത് നമ്മുടെ ആപ്ലിക്കേഷന് കുറച്ചും കൂടെ വാല്യൂ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിലും നമുക്ക് ഈ കണക്ഷൻസ് ഒക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഏറെക്കുറെ ലിങ്ക്ഡിനെ കുറിച്ച് മനസ്സിലായിട്ടുണ്ടാവും. ഇനി ലിങ്ക്ഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിർത്താതെ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഓക്കെ, പക്ഷേ ഞാൻ ഈ ഒരു ചെറിയ വീഡിയോൻ്റെ അകത്ത് ഇത്ര മാത്രമാണ് ലിങ്ക്ഡിനെ കുറിച്ച് പറയുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ആദ്യം തന്നെ പോയിട്ടൊരു ലിങ്ക്ഡിൻ അക്കൗണ്ട് ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുക. അടുത്തതായിട്ട് എനിക്ക് നിങ്ങളുമായിട്ട് പറയാനുള്ളത് നിങ്ങളുടെ കോളേജ് അക്കാദമിക്സിനെ കുറിച്ചാണ്. ഓക്കെ, നിങ്ങൾ നന്നായിട്ട് കോളേജിൽ പഠിക്കണം അല്ലെങ്കിൽ ഫുൾ മാർക്സ് സ്കോർ ചെയ്യണം എന്നൊന്നും ഞാൻ പറയില്ല. കാരണം നിങ്ങൾ എപ്പോഴും ഒരു 8 GPAയുടെ മുകളിൽ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ മെയിൻലി നമ്മളുടെ കമ്പനീസ് 3rd ഇയർ അല്ലെങ്കിൽ 4th ഇയർ ആവുന്ന സമയത്ത് പ്ലേസ്മെൻറ്റ്സിന് വരുന്ന സമയം നമ്മളോട് ചോദിക്കുന്നത് ഒരു 7.5 അല്ലെങ്കിൽ 8 എബവ് ഓക്കെ CGPA ഉള്ള കുട്ടികൾക്ക് എല്ലാവർക്കും ഈ പ്ലേസ്മെൻറ്റിന് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എപ്പോഴും നിങ്ങളൊരു 8 എബവ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഫസ്റ്റ് ഇയർ എന്ന് പറയുന്നത്, ഫസ്റ്റ് ഇയറിൽ 2 സെമിസ്റ്റർ എന്ന് പറയുന്നത് അത് ഏത് യൂണിവേഴ്സിറ്റി ആണെങ്കിലും, KTU ആണെങ്കിലും ക്യുസാറ്റ് ആണെങ്കിലും ഓക്കെ ഏതാണെങ്കിലും കുറച്ചും കൂടെ മാർക്ക് സ്കോർ ചെയ്യാൻ എളുപ്പമാണ്. ഓക്കെ, ബാക്കിയുള്ള സെമിസ്റ്റേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ. അതുകൊണ്ട് ഈ 2 സെമിസ്റ്റേഴ്സിൽ നിങ്ങൾ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുക. പിന്നീട് ഉണ്ടാകുന്ന സെമിസ്റ്റേഴ്സിൽ ഇനി ബൈ ചാൻസ് ഒരു കുറച്ച് മാർക്ക് കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓവറോൾ GPA ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും. ഓക്കെ, ഈ ഒരു കാര്യം ഞാൻ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ 12th വരെ നമ്മൾ കേൾക്കുന്ന ഒരു സ്ഥിരം ഡയലോഗാണ് പാരൻസിൻ്റെ അടുത്ത് നിന്ന്. അതായത് 12th വരെ നീ നന്നായിട്ട് പഠിക്കണം, ഫുൾ മാർക്ക് സ്കോർ ചെയ്യണം, അത് കഴിഞ്ഞ് കോളേജിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാം, അടിച്ച് പൊളിക്കാം എന്നൊക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് കോളേജ് ലൈഫ് മാക്സിമം നമ്മൾ എൻജോയ് ചെയ്യണം. പക്ഷേ ഒരു കാര്യം എപ്പോഴും ആലോചിക്കുക, ഒരു 8 GPA എപ്പോഴും എബവ് നമ്മളുടെ GPA മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പോൾ 10 വാങ്ങിക്കഴിഞ്ഞാലും ഒരു പ്രശ്നമില്ല, പക്ഷേ എന്താണ് 8 മിനിമം നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാം. ഓക്കെ, പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ചിലവരൊക്കെ ഓൺ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളവർ തന്നെ ആയിരിക്കും. പക്ഷേ ബാക്കി ചിലവർ മാസ്റ്റേഴ്സിന് പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ മാസ്റ്റേഴ്സിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മളുടെ GPA ഒരു മിനിമം ഒരു 8 എബവ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യണം. ഓക്കെ, ഇനി അടുത്തതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അതായത് ഇപ്പോൾ നമുക്ക് കോളേജിലെ അക്കാദമിക്സിൽ GPA 10 ഉണ്ട്, അല്ലെങ്കിൽ 9.5 ഉണ്ട്, 9.8 ഉണ്ട് എന്ന് മാത്രം പറഞ്ഞതുകൊണ്ട് നമുക്ക് പ്ലേസ്മെൻറ്റ്സോ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഗ്രോത്തോ ഒന്നും തന്നെ ഉണ്ടാവില്ല. കാരണം GPA അത് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ അതിനേക്കാൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സ്കിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമുക്ക് സ്കിൽസുകൾ ഉണ്ടായിരിക്കണം. നമ്മൾ ഏത് ഫീൽഡിലാണോ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത്തരത്തിലുള്ള സ്കിൽസ് നമ്മൾ എങ്ങനെയെങ്കിലും പഠിച്ച് നേടിയെടുത്തേ പറ്റൂ. ഓക്കെ, ചില കുട്ടികളൊക്കെ പറയാറുണ്ട് എനിക്കത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല ഈ സ്റ്റഡീസിൻ്റെ സമയത്ത്, കാരണം കോഴ്സസ് ഒക്കെ എക്സ്പെൻസീവ് ആണ് എന്നുള്ളതൊക്കെ. പക്ഷേ ഇന്നത്തെ കാലത്ത് അതൊരു റീസണേ അല്ല. കാരണം എന്താണ്, ഇന്ന് യൂട്യൂബ് ഉണ്ട്, യൂട്യൂബിൽ ഒരുപാട് ഫ്രീ വീഡിയോസ് ഉണ്ട്. നമുക്ക് മനസ്സുണ്ടെങ്കിൽ നമുക്ക് എത്ര വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എത്ര ഡിഫിക്കൽട്ടായിട്ടുള്ള കോൺസെപ്റ്റ്സും ഈസിലി പഠിക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ സ്കിൽസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇനി ഇതിൽ എനിക്ക് വേറൊരു കാര്യം ആഡ് ചെയ്യാനുള്ളത്, നമ്മൾ DSA പഠിക്കണം. കാരണം കോമ്പറ്റേറ്റീവ് പ്രോഗ്രാംസ് ആണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ഒരു പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും നമുക്ക് അത്യാവശ്യം ബേസിക് DSA നോളജസ് ഉണ്ടായിരിക്കേണ്ടത് നിർബന്ധമാണ്. ഓക്കെ, നമ്മൾ അഡ്വാൻസ് ലെവലൊന്നും നമുക്കറിയില്ലെങ്കിലും ഒരു ബേസിക് നോളജ് ഉണ്ടായിട്ടുണ്ടാവണം. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, അതായത് DSA നോളേജ് മാത്രം നമുക്ക് ഉണ്ടായിട്ട് കാര്യമില്ല. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മളുടെ ഫൈനൽ ഇയർ കഴിഞ്ഞ് നമ്മൾ ഗ്രാജുവേറ്റ് ആയിട്ട് ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ DSA നോളജസ് ഉണ്ട്, പക്ഷെ പ്രാക്ടിക്കൽ നോളജസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ സംഭവിക്കുക, പിന്നീടുള്ള നമ്മുടെ ആ ഒരു ജോലിയിൽ നമ്മൾ വളരെയധികം കഷ്ടപ്പെടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഏറ്റവും ബേസ് ആയിട്ട് കുറച്ച് ഫ്രണ്ട് എൻഡ് ലാംഗ്വേജസും അതുപോലെ തന്നെ ബാക്ക് എൻഡ് ലാംഗ്വേജസ് ഒക്കെ പഠിക്കാൻ വേണ്ടി കൂടെ ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി സ്കിൽസ് കുറച്ചും കൂടെ നമുക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എളുപ്പമാർഗ്ഗമാണ് ഇന്റേൺഷിപ്സ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്റേൺഷിപ്സിന് നമ്മളുടെ ലൈഫിൽ
അത്രയും വലിയൊരു റോളാണുള്ളത്. കാരണം ഈ റിയൽ വേൾഡ് ആയിട്ടുള്ള നമ്മളുടെ വർക്കിംഗ് കൾച്ചറുകളിൽ നമുക്ക് നമ്മളുടെ കോളേജിൻ്റെ ടൈമിൽ തന്നെ നമുക്ക് കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആവാൻ വേണ്ടിയിട്ട് ഇൻറ്റേൺഷിപ്സ് നന്നായിട്ട് സഹായിക്കും. ഓക്കെ, നമുക്ക് മാക്സിമം ഫസ്റ്റ് ഇയർ തൊട്ട് തന്നെ നിങ്ങൾ ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഇയർ തൊട്ട് എന്തായാലും ചെയ്തു തുടങ്ങുക. ഓക്കെ, ഈ ഇൻറ്റേൺഷിപ്സും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരുപാട് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ലിങ്ക്ഡിനാണ് ഇൻറ്റേൺഷിപ്സിൻ്റെ ഒരു കലവറ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കുറേ നോളജസ് കിട്ടും. അതുപോലെ തന്നെ നമ്മളുടെ സീനിയേഴ്സൊക്കെ ഒരുപാട് കമ്പനീസിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ സ്റ്റാർട്ടപ്സ് റൺ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവരോടൊക്കെ നമുക്ക് ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്ത് ഇൻറ്റേൺഷിപ്സ് നമുക്ക് സീക്ക് ചെയ്യാം. അങ്ങനെ ഇൻറ്റേൺഷിപ്സ് സീക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. അപ്പോൾ ഇൻറ്റേൺഷിപ്സ് ചെയ്യലാണ് നമ്മുടെ സ്കില്ല് കൂട്ടാനുള്ള അടുത്തൊരു വഴി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിറ്റ് ഹബിൽ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അതായത് ഞാൻ എൻ്റെ ജീവിതത്തിൽ കോഡിങ് എനിക്ക് അത്ര ഇഷ്ടമല്ലായിരുന്നു. ഓക്കെ, കോഡിങ് എനിക്ക് അത്ര അറിവും ഇല്ലായിരുന്നു. പക്ഷേ ഞാൻ എടുത്തൊരു ഡിസിഷനാണ് എൻ്റെ കോഡിങ് ലൈഫിൽ എനിക്കൊരു വലിയൊരു ഒരു ടേണിംഗ് പോയിൻ്റ് ആയിട്ടുണ്ടായിരുന്നത്. അതായത് ഞാനൊരു തീരുമാനിച്ചു. അതായത് ഇനി മുതൽ എല്ലാ ദിവസവും ഞാൻ കുറച്ച് എത്ര തിരക്കുള്ള ദിവസമാണെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു 10 ലൈൻസ് ഓഫ് കോഡ് തനിയെ ചെയ്യും എന്നുള്ളൊരു തീരുമാനം. ഓക്കെ, അപ്പോൾ ഇത് കറക്റ്റ് ട്രാക്ക് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ടെത്തിയ മാർഗ്ഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിറ്റ് ഹബാണ്. ഗിറ്റ് ഹബിൽ എനിക്ക് ഓൾറെഡി ഒരു അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ ആ അക്കൗണ്ടിൽ ഞാൻ എന്ത് ചെയ്യാൻ തുടങ്ങി, ഡെയിലി നമ്മൾ ഈ സ്നാപ്ചാറ്റിലൊക്കെ സ്ട്രീക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അല്ലേ? അതുപോലെ ഗിറ്റ് ഹബിൽ സ്ട്രീക്ക് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു ഹോബിയാക്കി ഞാൻ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഫൈനലി ഞാൻ 176 മറ്റുമാണ് എൻ്റെ കറണ്ട് സ്ട്രീക്ക് എന്ന് പറയുന്നത്. അതായത് 176 ഡേയ്സ് ഓഫ് കണ്ടിന്യൂസ് കോഡിങ്. ഓക്കെ, അപ്പോൾ ആ ഒരു മെത്തേഡ് അപ്പോൾ നിങ്ങൾക്കും അത് ചൂസ് ചെയ്യാവുന്നതാണ്. അതായത് ഗിറ്റ് ഹബിൽ ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ട് നമ്മൾ ചെയ്യുന്ന പ്രോജക്ട്സും കാര്യങ്ങളൊക്കെ അതിലോട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ കമ്മിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മോട്ടിവേഷനാണ്. അതായത് നമ്മുടെ ഗിറ്റ് ഹബിൻ്റെ താഴെ ഭാഗത്ത് കുറേ പച്ച ഡോട്ട്സുകൾ കാണാൻ പറ്റും. അതിങ്ങനെ കൂടുന്നതിനനുസരിച്ച് നമ്മളുടെ ആ ഒരു മോട്ടിവേഷൻ, അതായത് കോഡ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഡെയിലി ഇത് നമ്മുടെ സ്ട്രീക്ക് ബ്രേക്ക് ആവാതെ നമ്മൾ ചെയ്യാനുള്ള ആ ഒരു മോട്ടിവേഷൻ നമുക്ക് വളരെയധികം കൂടും. ഓക്കെ, അപ്പോൾ ഡെയിലി നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് കോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ കോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മോട്ടിവേഷന് വേണ്ടിയിട്ട് നമ്മളൊരു ഗിറ്റ് ഹബ് അക്കൗണ്ടും കൂടെ സ്റ്റാർട്ട് ചെയ്യുക. ഈ ഗിറ്റ് ഹബ് അക്കൗണ്ട് തുടങ്ങുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഡിങ്ങിൻ്റെ ഒരു മോട്ടിവേഷൻ മാത്രമല്ല, വേറൊരു കാര്യം കൂടെയുണ്ട്. അതായത് ഞാൻ പറഞ്ഞു ഓൾറെഡി, നമ്മൾ പ്ലേസ്മെൻറ്റ്സ് വരുന്ന സമയത്ത് നമ്മളുടെ ഓരോ കമ്പനീസും അവരുടെ ആപ്ലിക്കേഷൻ റിലീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് അതിൽ നമ്മളുടെ ഗിറ്റ് ഹബ് അക്കൗണ്ടിൻ്റെ ലിങ്കും കൂടെ ചോദിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ ലിങ്ക് നമ്മൾ അതിലോട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കണം. ആ സമയത്തും നമുക്ക് നമ്മളുടെ ഈ ഒരു മെത്തേഡ്, അതായത് ഗിറ്റ് ഹബിൽ കണ്ടിന്യൂസ്ലി നമ്മുടെ പ്രൊജക്റ്റൊക്കെ പുഷ് ചെയ്യുന്ന ആ ഒരു എക്സ്പീരിയൻസും, അതായത് നമ്മുടെ ഒരുപാട് പച്ച ഡോട്ട്സും എല്ലാം കാണുമ്പോൾ അതും നമുക്കൊരു ആഡ് ഓൺ പോയിന്റ് ആയിരിക്കും. ഓക്കെ, പിന്നെ അടുത്തത് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പേഴ്സണൽ ടിപ്പാണ്. അതായത് ഞാൻ എൻ്റെ ഫസ്റ്റ് ഇയർ തൊട്ട് ഫൈനൽ ഇയർ വരെ ചെയ്തു വന്നിരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് റെസ്യൂമെ ബാക്കിയുള്ളവരുടെ നിന്നും ഔട്ട്സ്റ്റാൻഡിംഗ് ആക്കി വെക്കുക എന്നുള്ളത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് എല്ലാ MNCസിലും എൻ്റെ പ്രൊഫൈൽ ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക, ഇപ്പോഴേ ഒരു റെസ്യൂമെ ബിൽഡ് ചെയ്യുക. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് മാത്രമുള്ള സ്കിൽസോ അല്ലെങ്കിൽ എക്സ്പീരിയൻസസോ ഒന്നും ഉണ്ടായിരിക്കില്ല. പക്ഷേ നിങ്ങൾക്കിപ്പോൾ പ്രൊജക്ട്സുകൾ ആഡ് ചെയ്യാം. ഓക്കെ, നമ്മൾ യൂട്യൂബൊക്കെ തുറന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ലാംഗ്വേജസിൽ ഒരുപാട് പ്രൊജക്ട്സ് അവൈലബിൾ ആണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങളൊരു ബഡ്ഡിങ് സ്റ്റേജിൽ നിൽക്കുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ നമ്മളുടെ HTML, CSS, JavaScript ഒക്കെ വെച്ചിട്ടുള്ള കുഞ്ഞു പ്രൊജക്ട്സ് ഒക്കെ ചെയ്യുക. ഓക്കെ, നമ്മളുടെ യൂട്യൂബിൽ കുറേ ക്ലോണൊക്കെ അവൈലബിൾ ആണ്. അതായത് നെറ്റ്ഫ്ലിക്സ് ക്ലോൺ, VS കോഡിൻ്റെ ക്ലോൺ, അതായത് നമ്മളുടെ ഗൂഗിളിൻ്റെ ക്ലോൺ, അങ്ങനെ ഒരുപാട് ക്ലോണിങ് പേജസ് ഒക്കെ അവൈലബിൾ ആണ്. ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നമുക്ക് അതൊക്കെ ആ ഒരു ലാൻഡിങ് പേജസ് ഒക്കെ ഇങ്ങനെ ക്ലോൺ ചെയ്യുന്ന ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോഡിങ്ങിൻ്റെ HTML, CSS, JavaScript ഒക്കെ തറവാൻ വേണ്ടിയിട്ട് കുറച്ച് ഹെൽപ്പ് ആവും. ഓക്കെ, അപ്പോൾ ഇനീഷ്യലി നമ്മൾ അങ്ങനത്തെ പ്രൊജക്റ്റുകളൊക്കെ ചെയ്യുക. പക്ഷേ സെക്കൻഡ് ഇയർ തൊട്ട് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു തേർഡ് ഇയർ തൊട്ടെങ്കിലും നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് പ്രൊജക്റ്റ് ചെയ്യാം. ഓക്കെ, കാരണം ഈ യൂട്യൂബിലുള്ള വീഡിയോസ് കണ്ട് അതേ കോഡുകൾ നമ്മളുടെ ആ ഒരു കോഡ് ബേസ് ഒക്കെ ഓൾറെഡി യൂട്യൂബിലുണ്ടാവും അല്ലെങ്കിൽ ഗിറ്റ് ഹബ് അക്കൗണ്ടുകളിലുണ്ടാവും. അപ്പോൾ സെയിം കോഡുകൾ നമ്മളുടെ പ്രോജക്ട്സിലും നമ്മൾ കോപ്പി ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക, നമ്മളെപ്പോലെയുള്ള ബാക്കിയുള്ള കുട്ടികളും ഈ സെയിം മെത്തേഡായി യൂസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അവരിൽ നിന്നൊക്കെ ഔട്ട്സ്റ്റാൻഡിങ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ തനിയെ പ്രൊജക്ട്സുകൾ കണ്ടുപിടിച്ച്, അതായത് എന്തെങ്കിലും ഒരു റിയൽ വേൾഡ് പ്രോബ്ലംസ് അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്ന എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ പ്രോബ്ലത്തിനൊരു സൊല്യൂഷൻ
സൊല്യൂഷൻ കണ്ടെത്തിയിട്ട് അവനവന് കഴിയുന്ന രീതിയിൽ പ്രൊജക്ട്സുകൾ ചെയ്യുക. അതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് റിക്രൂട്ടേഴ്സ് കാണുന്ന ആളുകൾക്ക് അതൊക്കെ ഭയങ്കരമായിട്ട് നമ്മളെ പറ്റിയിട്ടുള്ളൊരു നല്ല മതിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ തുടക്കത്തിൽ നമ്മളുടെ യൂട്യൂബൊക്കെ നോക്കിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു പ്രൊജക്ട്സുകളൊക്കെ ചെയ്യുക. എന്നിട്ട് അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ഒരു വലിയ പ്രോ ആവുക. ഓക്കെ, ഇപ്പോഴും ഞാൻ പറയില്ല ഞാനൊരു പ്രോ ആണെന്ന്. ഞാനിപ്പോഴും കുറേ കാര്യങ്ങൾ ന്യൂ ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഓക്കെ, അപ്പോൾ അതുപോലെ നമ്മളും എന്ത് ചെയ്യുക, നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ പഠിച്ച് പ്രോ ആവാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് റെസ്യൂമിൽ ഇപ്പോൾ നിങ്ങൾക്ക് പ്രൊജക്ട്സുകൾ ആഡ് ചെയ്യാം. ഭാവിയിൽ നിങ്ങൾക്ക് ഇൻറ്റേൺഷിപ്സും സ്കിൽസുകളൊക്കെ നേടിയെടുത്ത് നിങ്ങൾക്ക് അതൊക്കെ ആഡ് ചെയ്യാം, നിങ്ങളുടെ അച്ചീവ്മെൻറ്റ്സ് ആഡ് ചെയ്യാം, ഒക്കെ ചെയ്യാം. ഓക്കെ, പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓരോ ജോബിനനുസരിച്ചും അതാത് ജോബിൻ്റെ റിക്വയർമെൻറ്റ്സിനനുസരിച്ച് റെസ്യൂമിനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. ഓക്കെ, അതായത് എല്ലാത്തിനും ഒരേ റെസ്യൂമെ അപ്ലോഡ് ചെയ്യുന്നതിന് പകരം ഓരോ ജോബിൻ്റെയും റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, റെസ്യൂമെ സെറ്റ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് അത് വേണം സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഫസ്റ്റ് ഇയർ നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ ഓഫ് കോഴ്സ് ഒരുപാട് കാര്യങ്ങൾ വേറെയുണ്ട്, പക്ഷേ ഈ വീഡിയോ ഞാൻ ഇനിയും ലെങ്തി ആക്കുന്നില്ല. ഇത്രയും കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇത് ഷുവറായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം എന്തായാലും ഉണ്ടാവും. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കൺഫ്യൂഷൻസോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കാം. ഇനിയും ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് വീണ്ടും ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും അറിയിക്കുക. ഓക്കെ, അപ്പോൾ അതുവരേക്കും ബൈ.